മടിയിലെ കനം മകളുടെ മടിയിലിട്ട അപ്പൻ. എന്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തു. അതിബുദ്ധി കാണിച്ച് മകൾ കെട്ടിന്റെ പണി മേടിച്ചു കൊടുത്ത ഒരപ്പൻ ഇതുപോലെ വേറൊരു പീസ് കേരളത്തിലെടുക്കാൻ കാണുമോ? പെണ്ണുപിടിയാൻ കൺഫേർഡ് IAS ശിവശങ്കരനാണത്രേ ഈ പുത്തി ഉപദേശിച്ചു കൊടുത്തത്. പുറം ചൊറിയണമെന്ന് തോന്നിയാൽ എപ്പോൾ ചൊറിയണം എന്ന് ഉപദേശിക്കുവാൻ പോലും ഖജനാവിൽ നിന്നും പണം മുടക്കി ഉപദേശിമാരെ വെച്ച അപ്പനാണെന്ന് ഓർക്കണം. ഷെൽ കമ്പനി ഉണ്ടാക്കി കാര്യം നടത്തി പൂട്ടിക്കളഞ്ഞാൽ പെൻസിലിനെഴുതിയത് റബ്ബർ വെച്ച് മായ്ച്ചു കളയുന്നത് പോലെ അങ്ങ് മായ്ച്ചു കളയാമെന്നാണ് അപ്പനും മകളും കരുതിയത്. കോഴ വാങ്ങി മകളുടെ ഷെൽ കമ്പനിയിലിട്ട് ഒരു സേവന കരാറും ഉണ്ടാക്കി വാങ്ങിയ കോഴയ്ക്ക് GSTയും അടച്ച് നാട്ടുകാരോട് എൻ്റെ മടിയിൽ കനമൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ കോഴ ഹലാലായി മാറും എന്ന് ഏതോ പോങ്ങൻ ഉപദേശം കൊടുത്തതാണത്രേ. അതുകൊണ്ടിപ്പോൾ എന്തു പറ്റി? പുന്നാരമകൾ മുഖംമൂടി അണിഞ്ഞ് കേന്ദ്രസേനയിലെ സിപ്പായിമാരുടെ മുന്നിൽ പോയി ഓച്ചാനിച്ച് നിൽക്കുകയാണ്. ഇനിയും പോണം, ഇതുപോലെ ഇനിയും നിൽക്കണം. തൈക്കണ്ടി വീണ ഒരു കാര്യം മനസ്സിലാക്കണം. മോടെ അപ്പൻ അധികാരത്തിലിരുന്നപ്പോൾ കാണിച്ച തരവഴികൾക്ക് യാതൊരു കയ്യും കണക്കുമില്ലായിരുന്നു. സത്യസന്ധമായി വാർത്ത കൊടുത്ത എന്നെ പോലെയുള്ളവരുടെ വീടുകളിൽ, ഓഫീസുകളിൽ പോലീസുകാർ വന്ന് കയറി ഇറങ്ങിയപ്പോൾ, അനാവശ്യ പട്ടിഷോ കാണിച്ചപ്പോൾ ഞങ്ങളും ഇതുപോലെ വേദനിച്ചിരുന്നു, അപമാനം തോന്നിയിരുന്നു. സത്യമേവ ജയതേ എന്ന് ജനങ്ങൾ വിളിച്ചു പറയണമെങ്കിൽ ഇതുപോലെയൊക്കെ ഈ നാട്ടിൽ സംഭവിച്ചേ മതിയാവൂ. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുണ്ടായിരുന്ന ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത്, നിങ്ങൾ യാതൊരു കാരണവശാലും പിണറായിയുടെ മകളെ വിമർശിക്കരുത്. വേണമെങ്കിൽ പിണറായിയെ വിമർശിക്കാം, പാർട്ടിയെ വിമർശിക്കാം, ഒരു കുഴപ്പവുമില്ല. എന്നാൽ മകളെ വിമർശിച്ചാൽ അവരെ അടപടലം പൂട്ടണം എന്നാണ് ഞങ്ങൾക്കുള്ള നിർദ്ദേശം എന്ന്. പിണറായി വിജയ, താൻ ഈ മണ്ടത്തരം കാണിച്ചത് കൊണ്ടല്ലേ തൻ്റെ മകൾക്ക് ഇന്നീ ഗതി ഉണ്ടായത്. കോഴ മേടിച്ച് സാധാരണ ചെയ്യുന്നത് പോലെ വല്ല ബിനാമികളുടെയും പേരിലിട്ടാൽ പോരായിരുന്നു. ഇതിപ്പോൾ ഓല കൊണ്ട് മറച്ച കക്കൂസിന്റെ വാതിൽ പൊളിച്ച് രായാവിന്റെ മകൾ കള്ളിയായി എന്ന് പറയുന്നത് പോലെ ആയില്ലേ? കഴിഞ്ഞ ദിവസം വീണയെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ട എല്ലാ രേഖകളും തെളിവുകളും EDയുടെ പക്കൽ ഉണ്ടായിരുന്നിട്ട് പോലും 10 മണിക്കൂർ മാരത്തോൺ ചർച്ച ചെയ്യൽ നടത്തി അവരെ പറഞ്ഞുവിടുവാൻ കാരണം ഇതിൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടി ഉണ്ട് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുക. മകളെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടാൽ ഈ വിഷയം അവിടം കൊണ്ട് തീരും, അതിനുള്ള കേസേ ഉള്ളത്. എന്നാൽ ഈ വിഷയത്തിലേക്ക് പിണറായിയെ കൂടി ത്യാഗ് ചെയ്താൽ അതിന് രാഷ്ട്രീയപരമായ ചില നേട്ടങ്ങൾ BJPക്ക് വരും ദിവസങ്ങളിൽ കൊയ്യാൻ പറ്റും. പിണറായിയെ കൂടി ഈ കേസിൽ ഇട്ട് മറ്റു കോഴ വാങ്ങിയ കേസുകളും ടാഗ് ചെയ്താൽ വലിയ ഒരു ബാർഗെയിൻ നടത്തി ശതകോടികൾ കൈക്കലാക്കുവാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് തള്ളിക്കളയുവാനാവില്ല. ഇന്ത്യയിൽ ED അന്വേഷിച്ച കേസുകളിൽ എത്ര ശതമാനം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്, ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നോക്കിയാൽ മാത്രം മതി ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോഴും ED പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏക കാര്യം CRML എക്സാലോജിക് കോഴ കേസാണ്. അത് വെറും 1,72 ലക്ഷം രൂപയുടെ തുക മാത്രമാണ്. ആ തുക എന്ന് പറയുന്നത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇളുത്തി വലിച്ചു കളഞ്ഞ ഒരു ദിനേശ് ബീഡിയുടെ കുറ്റിയുടെ വില പോലുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രായാവിന്റെ മകൾ ഇളവരശി മറപ്പുര പൊളിച്ച് കള്ളിയായ പോലെ എന്ന്. കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് മാത്രമല്ല JDT ഇസ്ലാം ഓർഫനേജ് ട്രസ്റ്റ്, ഐഡിയൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി, ശ്രീകൃഷ്ണ ടെക് ആൻഡ് മാനേജ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ്, സാന്താ മോനിക്ക സ്റ്റഡി എബ്രോഡ് പ്രൈവറ്റ് ലിമിറ്റഡ്, റിംസ് ഫൗണ്ടേഷൻ, അനന്തപുരി എഡ്യൂക്കേഷൻ സൊസൈറ്റി, കുഞ്ഞിത്തായി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ്, കാരക്കോണം മെഡിക്കൽ കോളേജ്, നിക്കർ സാബു എന്നിവരുടെ എല്ലാം കയ്യിൽ നിന്നും പണം വാങ്ങി മകളുടെ ഷെൽ കമ്പനിയിലേക്ക് നിക്ഷേപിച്ചതൊന്നും എന്തുകൊണ്ടാണ് ഇതുവരെ ED അന്വേഷിക്കാത്തത്
എന്ന് നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. അതുപോലെ എരുമേലി എയർപോർട്ട് പദ്ധതിയുടെ മറവിൽ പെടുവർണ്ണമറിഞ്ഞ KP യോഹന്നാന്റെ അയന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ ഉണ്ടായിരുന്ന കുത്തകപ്പാട്ട കാലാവധി കഴിഞ്ഞിരുന്ന 3000-ഓളം ഏക്കർ സ്ഥലത്തിന് കരമടയ്ക്കുവാൻ അവസരം ഒരുക്കിക്കൊടുത്തതിലൂടെ സംസ്ഥാനത്തെ 4 ലക്ഷം ഹെക്ടർ കാലാവധി കഴിഞ്ഞ കുത്തകപ്പാട്ട ഭൂമിക്ക് കൂടി ഇത് ബാധകമാക്കി കൊടുത്ത നടപടിയൊന്നും ED ഇതുവരെ കണ്ടിട്ടില്ല. പ്രിയമുള്ളവരെ, അവസാനം ഇതും സെറ്റിൽമെന്റ് ആക്കും. അപ്പനും മകൾക്കും ED ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്യും. അതിനായി ഇപ്പോൾ നടക്കുന്നത് പരമാവധി ഈ വിഷയം ചോദ്യം ചെയ്യൽ, തെളിവെടുപ്പ്, അന്വേഷണം എന്നൊക്കെ പറഞ്ഞ് പരമാവധി നീട്ടിക്കൊണ്ടുപോകും. ജനങ്ങളുടെ താല്പര്യവും അവരുടെ ക്ഷമയും ഈ വിഷയത്തിൽ നശിച്ചു കഴിയുമ്പോൾ ഒടുവിൽ ഇതെല്ലാം ആവിയായി പോവും. ഇതൊരു പ്ലാൻഡ് ഗെയിമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയുക. ജനങ്ങളെ വെറും വിഡ്ഢികളാക്കുവാൻ അറസ്റ്റ് ചെയ്യാനായിരുന്നുവെങ്കിൽ ഇന്നലെ വീണയെ അറസ്റ്റ് ചെയ്യണമായിരുന്നു. പിണറായിയെ തൂക്കുവാനാണെങ്കിൽ വേറെ എന്തൊക്കെ കേസുകളുണ്ട്? PV അൻവർ ആരോപിച്ച ഉന്നത പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ച് ഇവിടെ നടത്തിയ സ്വർണം പൊട്ടിക്കൽ, മയക്കുമരുന്ന് കടത്തൽ, കിഫ്ബിയുടെ മറവിൽ നടത്തിയ തട്ടിപ്പുകൾ, എരുമേലി വിമാനത്താവള പദ്ധതിയുടെ മറവിൽ നടത്തിയ തട്ടിപ്പുകൾ, ചില മാഫിയകൾക്ക് വേണ്ടി ചെയ്തു കൂട്ടിയ തട്ടിപ്പുകൾ, അങ്ങനെ എന്തെല്ലാം. പ്രതിപക്ഷ നേതാവ് പിണറായിയുടെ മകളെ ED ചോദ്യം ചെയ്യുവാൻ വിളിപ്പിച്ചിട്ട് ഇത്രയും തെളിവുകൾ ലഭിച്ചിട്ട് കൂടി UDF സർക്കാർ എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് എന്നാലോചിച്ചാൽ മാത്രം മതി കഴിഞ്ഞ മാസങ്ങളിൽ i2i ന്യൂസ് പറഞ്ഞതെല്ലാം യാഥാർത്ഥ്യമാകുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വിഷയം വേണ്ട പോലെ കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ DYFIയും ഇടത് സംഘടനകളും മദ്യനയത്തെ എതിർത്ത് ഇവിടെ തെരുവിൽ ഇറങ്ങുമായിരുന്നോ? ഒരിക്കലുമില്ല. അവർ സ്വയം പ്രതിരോധത്തിലേക്ക് മാറുമായിരുന്നു. EDയെ ആക്രമിച്ച വിഷയത്തിൽ കൈപൊള്ളി നിൽക്കുന്ന അന്തംകമ്മികൾ യാതൊരു കാരണവശാലും അനങ്ങില്ലായിരുന്നു. ഇവിടെയും UDF അമിത മാന്യത കാട്ടുമ്പോൾ, നല്ലവനായ ഉണ്ണി കളിക്കുമ്പോൾ ഓർക്കുക, ഇതൊരു നാടകമാണ്. സഭയിൽ കാണുന്ന വായ്ത്താരികൾ തിരക്കഥ പ്രകാരം മാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി കരാറിൽ അസ്വാഭാവികതയുണ്ട്, വീണയുടെ മൊഴി വിശ്വാസയോഗ്യമല്ല, അതുകൊണ്ട് തന്നെ വീണയുടെ 3ാം ഘട്ട ചോദ്യം ചെയ്യൽ അനിവാര്യമാണ് എന്നൊക്കെയുള്ള പ്രഹസനങ്ങൾ ഉടനെ ഉണ്ടാവും എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആദ്യം ജൂൺ മാസം 17-ന് ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചു, തുടർന്ന് ഇന്നലെ വിളിപ്പിച്ചു, ഇനി എന്ന് വേണമെങ്കിലും വിളിപ്പിക്കാം. പക്ഷേ വീണ പഴയ പാട്ട് തന്നെ പാടിക്കൊണ്ടേയിരിക്കും, നാടകം തുടരും. അതുകൊണ്ട് വലിയ ഡെക്കറേഷനൊന്നും ഈ വിഷയത്തിൽ ആവശ്യമില്ല. നമുക്ക് ചുരുക്കി ഈ കാര്യത്തെ ഇങ്ങനെ പറയാം: കേരളം മുഴുവൻ കഴിഞ്ഞ 10 കൊല്ലം തീവട്ടിക്കൊള്ള നടത്തി ആയിരക്കണക്കിന് കോടികൾ കട്ട വിജയന്റെ മകൾക്ക് നമ്മുടെ കരിമണൽ മ്യാമൻ ഒരു ലോലിപ്പോപ്പ് മേടിച്ചു കൊടുത്തു. അത് കോഴയാണെന്ന് ആരൊക്കെയോ എവിടൊക്കെയോ നിന്ന് പറയുന്നു. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഒരു പുട്ടും ഇവിടെ സംഭവിക്കത്തില്ല. അത്രയേ ഉള്ളൂ. അവർ എന്റെ കയ്യിൽ പൂട്ടുവാനൊരു വിലങ്ങു തീർത്തു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.